ഹേ എവരിവൺ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വ്ളോഗാണ്. ഞാൻ എങ്ങനെയാണ് നിങ്ങളെ കോട്ടയം സ്റ്റൈൽ കപ്പയും മീൻകറിയും ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിച്ചു തരാം. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ ആട്ടോ ഇത്. അപ്പം ഞാനിന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ കർട്ടൻസൊക്കെ ഒന്ന് പൊക്കി വയ്ക്കുക എന്നുള്ളതാണ്, ബ്ലൈൻഡ്സൊക്കെ. ഈ സൺലൈറ്റ് ഇങ്ങനെ അതിലൂടെ വരും കേട്ടോ, എന്ത് രസമാണെന്നറിയോ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ മോർണിംഗ് സൺലൈറ്റ്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം എൻജോയ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാപ്പി ഇടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കട്ടൻ കാപ്പിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ചായയൊക്കെ രാവിലെ കുടിക്കുന്ന പതിവില്ല, വല്ലപ്പോഴും ഒക്കെ കുടിക്കുന്നേ ഉള്ളൂ. കട്ടൻ കാപ്പിയാണ് കൂടുതൽ ഇഷ്ടം, കൂടുതൽ ഉണ്ടാക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ കട്ടൻ കാപ്പി ഇടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചു. വെള്ളം തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ തിളച്ചു. പിന്നെ ഞാൻ കാപ്പിപ്പൊടി ഇടാനായിട്ട് പോവാണ്. എനിക്ക് അത്യാവശ്യം നല്ല കടുപ്പത്തിൽ തന്നെ കാപ്പി കിട്ടുന്നതാണ് നല്ല ഇഷ്ടം, അങ്ങനെയാണ് ഇഷ്ടം കൂടുതലും. കുറച്ച് കൂടുതൽ മധുരം ഇടും. രാവിലെ കുടിക്കുന്ന കട്ടൻ കാപ്പിയിൽ അത്യാവശ്യം മധുരം വേണം, അങ്ങനെയാണ് ഒരു ശീലം. ശരിക്കും ഈ മധുരം ഭയങ്കര അപകടമാണ്. പക്ഷേ രാവിലെ ഒരു കട്ടൻ കാപ്പി അത്യാവശ്യം നല്ല കടുപ്പത്തിൽ, അത്യാവശ്യം നല്ല മധുരത്തിലൊക്കെ കിട്ടുമ്പം ആ ദിവസം തന്നെ ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജി കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പരിപാടി ഇതാട്ടോ, എഴുന്നേൽക്കുമ്പം കാപ്പി ഉണ്ടാക്കുക, കാപ്പി കുടിക്കുക. അപ്പോൾ ചിലപ്പോൾ കാപ്പിയുടെ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് സ്നാക്സ് ഉണ്ടാവും. ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഞാൻ കഴിക്കും. ചില ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ആ ബിസ്ക്കറ്റും കാപ്പിയും മാത്രമായിരിക്കും. ചില ദിവസം എന്തെങ്കിലും ഉണ്ടാക്കും, പുട്ടുണ്ടാക്കും, ഉപ്പുമാവ് ഉണ്ടാക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. പക്ഷേ ഈ കാപ്പിയുടെ കൂട്ടത്തിൽ ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കാൻ ഇഷ്ടമാണ്. അത് നല്ല ശീലമാണോന്നും എനിക്കറിയില്ല, അങ്ങനെ ഒരു ശീലമുണ്ട്. അപ്പോൾ കാപ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാപ്പി കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ചിലപ്പോൾ ഞാൻ സിറ്റൗട്ടിൽ വന്നിരുന്ന് കാപ്പിയൊക്കെ കുടിക്കും കേട്ടോ. ആ രാവിലത്തെ സമയത്ത് വലിയ വെയിലൊന്നും ഇല്ലല്ലോ, ചെറിയൊരു സൺലൈറ്റ് ഉണ്ട്. ഇന്നെന്തായാലും ഞാൻ മുറ്റത്ത് വരുന്നിട്ടല്ല കുടിക്കുന്നത്. ഇന്ന് ഞാൻ ഡൈനിങ് റൂമിൽ തന്നെ ഇരുന്നിട്ട് കാപ്പി കുടിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ബിസ്ക്കറ്റ് ഉണ്ട്, അപ്പോൾ ഈ ബിസ്ക്കറ്റും കാപ്പിയും കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയി. ഇന്നെന്തായാലും സ്പെഷ്യലായിട്ടൊന്നും ഇല്ല. അപ്പോൾ ഇനി നമുക്ക് കോട്ടയം സ്റ്റൈൽ കപ്പയും മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി കപ്പ കൊത്തി അരിഞ്ഞിട്ട് ഇതുപോലെ വേവിക്കാൻ വേണ്ടി വെക്കണം. ആ ഒരു സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. തേങ്ങായും പിന്നെ പച്ചമുളക്, ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക. ഒരുപാടങ്ങ് അരച്ചെടുക്കല്ലേ, ഇങ്ങനെ കണ്ടോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ പച്ചമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാട്ടോ. പിന്നെ എനിക്ക് തേങ്ങ ചിരകാൻ മടിയായതുകൊണ്ടാണ് ഞാനിങ്ങനെ തേങ്ങ അങ്ങനെ ചെറിയ കഷ്ണമായിട്ടിട്ട് ഞാൻ അരച്ചെടുക്കുന്നത്, പെട്ടെന്നുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കപ്പ തിളച്ച് കഴിയുമ്പം കപ്പ വേവും. ആ ഒരു വേവുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പിടണം കേട്ടോ. പിന്നെ അത് വെള്ളം ഊറ്റി കളയുക. എന്നിട്ട് നമ്മൾ ഈ അരപ്പ് ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ചിലപ്പം ഞാൻ ഈ അരപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് മേളിലിങ്ങനെ വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ ജസ്റ്റ് ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുത്തിട്ട് ഇങ്ങനെ ഇളക്കാറുണ്ട്. എന്തായാലും ഈ മിക്സിങ് നല്ലോണം ചെയ്യണം. നന്നായിട്ട് ഇങ്ങനെ ഇപ്പം ഞങ്ങൾ തവി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു കുഴഞ്ഞൊരു പരുവത്തിലാക്കി എടുക്കണം. നല്ല ടേസ്റ്റാട്ടോ ഈ കപ്പ. ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം സാധാരണ അമ്മ ഹെൽപ്പ് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. അപ്പം മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ കുടംപുളി ഇങ്ങനെ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. പിന്നെ കറിവേപ്പില, ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ്. ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് ചട്ടി ചൂടാകുമ്പോഴത്തേക്കിനും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എന്തെങ്കിലും എണ്ണ മതി, വെളിച്ചെണ്ണയാണെങ്കിൽ നല്ലതാട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും ഇതിലോട്ട് നമുക്ക് കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം.
അപ്പോൾ സാധാരണ അമ്മയാണ് ഫുള്ളായിട്ട് ചെയ്യുന്നത്, ഞാൻ ജസ്റ്റ് ഹെൽപ്പറായിട്ടാണ് കൂടെ നിൽക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്ക് മീൻകറി ഉണ്ടാക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറിയായി മീൻകറി എന്ന് പറയുന്നത്, കുടംപുളി ഇട്ട മീൻകറി. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാകുമ്പോൾ സ്വന്തമായിട്ടൊന്ന് ഉണ്ടാക്കണമല്ലോ. അങ്ങനെ നമ്മൾ കടുകും ഉലുവായി ഇട്ടിട്ട് ഇതൊന്ന് പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതൊന്ന് മാറി നിന്നോണം കേട്ടോ, അല്ലെങ്കിൽ ഇതങ്ങ് പൊട്ടിത്തെറിക്കും. അപ്പോൾ അതങ്ങനെ പൊട്ടി വരുമ്പോഴത്തേക്കിനും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇടണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരുപാടങ്ങ് മൂത്ത് പോകേണ്ട കാര്യമില്ല കേട്ടോ. ചിലപ്പം ഞാൻ ചെയ്യുമ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കും. പക്ഷേ ഒത്തിരി മൂത്ത് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു ടൈപ്പ് മീൻകറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. കണ്ടോ, അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കറിവേപ്പിലയാട്ടോ. അപ്പോൾ ഫ്രഷായിട്ട് ഞാൻ പുറത്ത് ഇപ്പോൾ പറിച്ചുകൊണ്ട് വന്നതാണ്. അതിട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊന്നും ഒരുപാടങ്ങ് മൂക്കേണ്ട ആവശ്യമില്ല. കണ്ട കറിവേപ്പില കുറച്ച് വെള്ളം ഉണ്ടാകും, ഞാൻ കഴുകിയത്, അതാ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുളക് പൊടി ഇടുക എന്നുള്ളതാണ്. നമ്മളിവിടെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും ഇങ്ങനെ മിക്സ് ചെയ്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ എരിവ് അനുസരിച്ചാണ് ഇടേണ്ടത്. ഞാൻ മിക്കവാറും ഒരു 4-5 സ്പൂണാണ് ഒരു 1/2 കിലോ മീൻ കറിക്ക് വേണ്ടിയിട്ട് ഇടുന്നത്. അപ്പം നമ്മളിവിടെ കടയിൽ നിന്ന് മീൻ മേടിക്കുമ്പോഴത്തേക്കിനും മീൻ നമുക്ക് വെട്ടിത്തരും കേട്ടോ, അവർ കടയിൽ നിന്ന് വെട്ടിത്തരാറുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയാണ് കൂടുതലും മേടിക്കുന്നത്. പിന്നെ മുളക് പൊടി ഇട്ടിട്ട് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണം കേട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ വെട്ടിക്കൊണ്ട് വന്നേക്കുന്ന മീൻ നമ്മൾ വീട്ടിൽ വന്ന് ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ആക്കണം. അങ്ങനെ മീൻ കഴുകിയെടുക്കുക. ഇന്ന് നമ്മൾ മത്തിയാണ് മീനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്തിയുടെ ടേസ്റ്റ് എനിക്ക് വേറൊരു മീനും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഭയങ്കര ടേസ്റ്റുള്ള ഒരു മീനാണല്ലോ മത്തി. അപ്പോൾ എത്ര പേർക്ക് മത്തി ഇഷ്ടമാണെന്ന് പറയുന്നത്, മത്തി ഇഷ്ടമില്ലാത്തവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വറുക്കാനും നല്ലതാണ്, മത്തി കറി വെക്കാനും നല്ലതാണ്. പിന്നെ ഈ മുളക് പൊടി ഇട്ടിങ്ങനെ മൂപ്പിക്കുമ്പോഴത്തേക്കിനും ഉണ്ടല്ലോ, ഒന്നെങ്കിൽ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തോണം കേട്ടോ, അല്ലെങ്കിൽ ഈ മുളക് പൊടി അങ്ങ് കരിഞ്ഞു പോകും. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഇത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ മുളക് പൊടി മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു മണമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ പുളിവെള്ളം ഇല്ലേ, അപ്പോൾ അത് കുറച്ച് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ഞാൻ ആദ്യം ഒഴിക്കുകയുള്ളൂ, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടിങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും. അപ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ ബാക്കി വെള്ളം കൂടെ ഒഴിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ഒരാവശ്യമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതെൻ്റെ ഒരു, ഞാൻ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കുവാണല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെ ചെയ്ത് നോക്കുവാണ്. ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കും, എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടെ വെള്ളം ഒഴിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അതിനൊന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയും, ഇനി ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഞാൻ എന്തായാലും ഇങ്ങനെയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് മൂത്ത് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. അങ്ങനെ അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പം എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. ആ കുടംപുളിയും കൂടെ ഞാൻ ഇട്ടു. അങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്നൊരു പരുവാകും, അത് വരെ ചെയ്യണം. പിന്നെ ഇത് തിളയ്ക്കും നന്നായിട്ട്. ഈ ഒരു മുളക് പൊടി, ഈ വെള്ളം, ഇത് പുളിയും കൂടെ എല്ലാം ഒന്ന് കണ്ട ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വരും. അപ്പോൾ തിളച്ച് എണ്ണ തെളിയുന്ന ആ ടൈം ആകുമ്പോഴത്തേക്കിനും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഞാനിപ്പോൾ 2 സ്പൂൺ ഉപ്പാണ് ഇടുന്നത്. ഇത് മതിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വേണ്ടി വന്നാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് പിന്നെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ 2 സ്പൂണാണ് ഇട്ടേ. അപ്പോൾ അങ്ങനെ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുമ്പോഴത്തേന് എണ്ണ തെളിഞ്ഞ് നല്ല അടിപൊളി ഗ്രേവി ആയിട്ട് കിട്ടും. കണ്ടോ നല്ല ഗ്രേവിയാണ്. അപ്പോൾ ഈ ഒരു ഗ്രേവിയിലേക്കാണ് നമ്മൾ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ മീൻ കഷ്ണങ്ങൾ എടുത്തുകൊണ്ട് വരാം. ഞാൻ നമ്മുടെ വർക്ക് ഏരിയയിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടു. ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത്, പിന്നെ ഞാൻ കാണിച്ചൊരു മണ്ടത്തരമാണ് ഈ കാണിക്കുന്നത്. ഇങ്ങനെ ആരും മീൻ കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ ഇളക്കരുത് കേട്ടോ, ആരും ചെയ്യരുത്. എനിക്ക് എന്താണെന്നറിയത്തില്ല, അപ്പം അങ്ങനെ ചെയ്യാൻ തോന്നിയിട്ട് അങ്ങ് ചെയ്യുക. അങ്ങനെ ചെയ്യരുത്. നമ്മുടെ മീൻ പൊട്ടിപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. മീൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ, ആരും ചെയ്യല്ലേ. ഡോണ്ട് ഡു ദിസ്, ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ വെള്ളം ഒഴിക്കുകയാണ് ഇതിലേക്ക്. ഇപ്പം ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ചൂടുവെള്ളം ഒഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെള്ളം ചൂടുവെള്ളം ഉണ്ടായിരുന്നുകൊണ്ട് അതങ്ങ് ഒഴിക്കുവാണ്. ഇനി ഇതിവിടെ നിന്ന് നല്ലോണം ഒന്ന് തിളയ്ക്കും. അപ്പോൾ
അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ ഈ മീൻ വേവാനായിട്ട്. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് തിളയ്ക്കും, എന്നിട്ട് ഞാനത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റും. അങ്ങനെ ആ ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ടാണ് മീൻ വെന്ത് വരുന്നത്. വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇടാം, പക്ഷേ ഈ ഗ്രേവിയുടെ കൂട്ടത്തിലാണ് സാധാരണ എല്ലാവരും ഉപ്പിടുന്നത്. ഞാനപ്പോൾ വലിയ എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് എനിക്ക് ഉപ്പ് വേണോ വേണ്ടെന്ന് കുറേ കഴിഞ്ഞും കൂടി ഞാൻ നോക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് ഈ മീൻകറി തിളച്ച് വരുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ മേളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ ആ ഒരു സമയം നമ്മൾ ഓഫ് ചെയ്തിട്ട്, മീനൊക്കെ വെന്തൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ മേളിൽ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലും കൂടെ തൂവിയിട്ട് വെക്കുവാണെങ്കിൽ കുറേ കഴിയുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. ഈ മീൻകറി നമ്മൾ രാത്രിയിൽ ഉണ്ടാക്കിയിട്ട് അടുത്ത ദിവസം കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ് വരുന്നത്. അത്രയും നേരം ഇരുന്നാലേ ഈ മീനിലേക്ക് ആ പുളിയൊക്കെ പിടിക്കത്തുള്ളൂ. പിന്നെ നമുക്ക് മീൻ കറി റെഡിയായി അടുത്ത ദിവസം ആകുമ്പം നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ആ പുളിയൊക്കെ എടുത്ത് മാറ്റുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.